പ്രിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ തന്നെ തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റിലാണ് മണപ്പാട് പള്ളി, മണപ്പാട് ചർച്ച്. അവിടെയാണ് ഇങ്ങനെ കുറച്ച് അത്ഭുതവും കുറച്ച് വിശേഷവും കൂടുതലുള്ളൊരു ചർച്ചാണ് ഇവിടെ. ചർച്ചിലെ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കടലായിട്ട് ചുറ്റപ്പെട്ട ഒരു ചർച്ചാണിത്. പിന്നെ പ്രത്യേകത നിറയുണ്ട്. നമുക്കൊന്ന് കയറി കണ്ടിട്ടൊക്കെ വരാം ചർച്ചിനകവും പുറം സൈഡൊക്കെ. ഇതാണ് മണപ്പാട് പള്ളി. കണ്ടോ, മുകളിലോട്ട് കയറിയാണ് നമ്മൾ. അതിൻ്റെ മുകളിലൊരു ടവറൊക്കെ പോലത്തെ സംഭവമുണ്ട്. ഈ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്ന് കാണിച്ചു തരാം. അകത്തോട്ട് കയറുമ്പം അവിടെ ഒരു ടവറൊക്കെ ഉണ്ട് സൂപ്പറായിട്ട്. ഈ പള്ളിക്ക് കുറേ പ്രത്യേകതയുണ്ട്. താഴോട്ട് കണ്ട ഒരു വഴിയുണ്ടോ, ആ റോഡിൻ്റെ അവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. ഇവിടെ വന്നിട്ടില്ലാത്തവർക്ക് ശരിക്കും ഒരു പ്രത്യേകതയാണ്. ഞാനും ആദ്യമായിട്ടാണ് ഈ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. കേട്ടോ, കടൽ ഈ സൈഡുണ്ട്, നല്ല കാറ്റുമുണ്ട്, മഴയുടെ ലക്ഷണമുണ്ട്. ഇവിടെ ഒരു ചാപ്പൽ, പിയാത്തയാണ് ഇവിടെ. ഇതിനകത്ത് ഇവിടെ നമ്മളത് മുകളിലോട്ട് കയറുകയാണ് ചർച്ചിലോട്ട്. നമുക്ക് ചർച്ചിനകത്ത് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ അതിൻ്റെ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. മലയാളത്തിലാണ്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇംഗ്ലീഷിലൊക്കെയാണ് കറക്റ്റായിട്ട് റൈറ്റിംഗ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാളത്തിലോട്ട് അത് തർജ്ജമ ചെയ്ത് വരുമ്പോൾ ഹോളി ക്രോസിന് ഹോളി ഗ്രാസ് ഒക്കെ ആയിപ്പോയി. അത് കുഴപ്പമില്ല, നമുക്ക് വായിക്കാം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വായിക്കണം. അതിൽ എഴുതിയിട്ടുണ്ട് 1340 മുതലാണ് ഇവിടെ ഇത് സ്ഥാപിതമാകുന്നതൊക്കെ, ഈ ചർച്ച്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവർ അവിടെ എഴുതിയിട്ടുണ്ട്. 1340 ഒരു ഒടിഞ്ഞ ഒരു കൊടിമരം കപ്പലിൽ യാത്ര ചെയ്ത ഒരു പോർച്ചുഗീസ് നാവികനായിരുന്നു ഇവിടെ ഒരു കുരിശ് കൊണ്ടുവച്ചത്. ആ കുരിശിപ്പം ഈ ചർച്ചിനകത്ത് ആൾത്താരയുടെ ബാക്ക് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ വെച്ചതാണ്. പിന്നെ അപ്പോഴുണ്ടായിരുന്ന നമ്മുടെ എനിക്ക് 13-ാം മാർപ്പാപ്പ ജനുവരി 5-ാം തീയതി യേശുവിൻ്റെ 5 തിരുമുറകളുടെ സഹോദര സംഘത്തിന് അംഗീകാരം നൽകുകയും ആ ഒരു സ്ഥാപനം പോലെ ഇവിടെ വീണ്ടും ആ അംഗീകാരത്തിന് ആ സംഘം ഇവിടെ വീണ്ടും തുടരുകയും ഇപ്പോൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ 5 തിരുമുറുകളുടെ സഹോദര സംഘം എന്ന് പറഞ്ഞ് ആ ഒരു ഇത് കൊണ്ടാണ് ഈ പള്ളി ഇത്രയും വളരെ മുന്നേ നിൽക്കുന്നതും നിറയെ അത്ഭുത പ്രവൃത്തികളിലൂടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിയതും. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് സൈഡ്. നമ്മൾ വന്നപ്പോഴേ മഴയുണ്ട്, കാറ്റും അടിക്കുന്നത്. ഈ സൈഡ് കടല്, ഓപ്പോസിറ്റ് കടലാണ്. ഈ സൈഡ് കടല്, ഇതിൻ്റെ ബാക്ക് സൈഡും കടലാണ്. അതായത് 4 സൈഡും കടലായിട്ട് ചുറ്റപ്പെട്ട ഒരു ചർച്ചാണിത്. ഇവിടെ വെച്ചാണ് തമിഴ് നടൻ സൂര്യയുടെ സിംഗം 2 സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലവും. ഇതാണ് ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത. ഇനി ഇതിലും ഒരു പ്രത്യേകത അതിനകത്തുണ്ട്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നമുക്കൊന്ന് പള്ളിക്കകമൊന്ന് കയറിയിട്ട് വരാം. അതുപോലെ പള്ളിക്കകത്ത് ഫുൾ സൈലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേറെ ശബ്ദമോ ഒന്നും പാടില്ല. അവരെഴുതിയിട്ടുണ്ട് ക്യാമറ അലൗഡ് അല്ലെന്ന്. എന്നാലും നമ്മൾ പയ്യെ അറിയാതെ എടുക്കുന്നു. അപ്പോൾ കണ്ടോ, അവരെല്ലാവരും കൈ വെച്ച് തൊഴുന്നുണ്ട്. മുകളിൽ ആ കുരിശ് കാണാം. ആ കുരിശാണ് ബാക്കി താഴ്ഭാഗം വരുന്നത്. അത് നമുക്ക് തൊടാനുള്ളൊരു അവസരമൊക്കെ ഉണ്ട്. എനിക്കും തൊടാൻ കിട്ടിയ അവസരം. അത് കറക്റ്റായിട്ട് കാണണമെങ്കിൽ യേശു കുരിശി കിടക്കുന്നതിൻ്റെ കറക്റ്റ് ബാക്കിൽ നോക്കുമ്പം നമുക്കൊരു കുരിശ് കാണാൻ സാധിക്കും. ആ കുരിശാണ് നമുക്ക് താഴെ കാണുന്നത്. ഇതിനകത്തോട്ട് ഒരു കാണേണ്ട ഒരു പ്രത്യേക സ്ഥലമാണ്. ഒരു കിണറുണ്ട് കടലിൻ്റെ നടുക്കിൽ, കടലിൻ്റെ കരയിലായിട്ടൊരു കിണറുണ്ട്. ഒരു പ്രത്യേക കിണറാണ്. നമുക്ക് പോയി ഒന്ന് കാണാം. പള്ളിയുടെ ബാക്ക് സൈഡ് വരുമ്പോൾ ലൈറ്റ് ഹൗസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കേട്ടോ, ആ ലൈറ്റിൻ്റെ റാഡറൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം അവിടെ. ലൈറ്റ് ഹൗസിൽ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. മഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആൾക്കാർക്കൊരു പ്രശ്നമില്ല, അവിടെ കയറിയാൽ മതി എന്നുള്ളതാണ്. കണ്ടോ, നമ്മൾ താഴോട്ട് നടന്നു പോകുന്നൊരു വഴിയാണ്. ആ വഴിയിലാണ് നമ്മൾ നിന്നതിപ്പോൾ. അങ്ങനെ ഇവിടെ താഴെ എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു കിണറാണ് ഇവിടെ ഉള്ളത്. ഒരു കിണർ, കടലിൻ്റെ കരയിലെ കിണർ. നമ്മൾ കടലിൻ്റെ കരയിൽ നിന്ന് വെള്ളം കുടിച്ച് എങ്ങനെ ഇരിക്കും, ഉപ്പ് വെള്ളമായിരിക്കും അല്ലേ? പക്ഷേ ഈ വെള്ളത്തിന് ഒരു ഡിഫറൻ്റ് ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മുടെ ഷ്രൈൻ്റെ ബാക്കിൽ വന്നതാണ്. ബാക്കിൽ കുരിശുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പം അതിൻ്റെ ഉറവ, ചെറിയ കിണർ, പക്ഷെ അവർ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. നമുക്ക് തുറക്കാൻ പറ്റില്ല. അകത്ത് ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ. കണ്ടോ, ഗ്ലാസ്സൊക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാൻ സാധിച്ചില്ല. നമുക്കെന്തായാലും നോക്കാം. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവിടെ ബീച്ചൊക്കെ ഉണ്ട്. കണ്ടോ, വെള്ളം കരയിലൊന്നും അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ബീച്ചിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങ് ഒരു കണ്ടെയ്നറാണ് അവിടെ ഇറക്കുന്നത്. കണ്ടെയ്നറിൻ്റെ നമ്മുടെ ബോട്ടിൽ നിന്നൊക്കെ വേണേൽ കണ്ടെയ്നർ ഇറക്കുന്ന സ്ഥലമാണ് അവിടെ. അതുപോലെ ഇവിടെ ഫാക്ടറി ഉണ്ട്. ഈ ഫാക്ടറിയിൽ നിന്നെല്ലാം വരുന്ന വേസ്റ്റ് എല്ലാം ഇവിടെ വരുന്നത് കണ്ടോ, കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ അഴുക്ക് വേസ്റ്റൊക്കെ വരുന്നത് ഇവിടെ.
ഈ കടലിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ സൈഡിലൊരു ഇത് കണ്ടത്. ഇത് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരു വിശുദ്ധനെയൊക്കെ കാണാൻ പറ്റും. ആ വിശുദ്ധൻ്റെ സൈഡിൽ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കണ്ട കിണറിൻ്റെ ബാക്കി ഇതാ ഇവിടെ താഴെയുണ്ട്. ഇത് ആ കിണറിൻ്റെ മുകൾ ഭാഗമാണ് കണ്ടോ. ഇത് നമ്മൾ മുകളിൽ നിന്ന് കണ്ടില്ലേ, ആ കിണറിനെ പിന്നീട് താഴോട്ട് അവർ ഇടിച്ചെടുത്തതാണ് ഈ സൈഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നേരെ നോക്കുമ്പം ഒരു വിശുദ്ധമുണ്ട്. ആ വിശുദ്ധൻ്റെ സൈഡിലായിട്ട് ഒരു അൽത്താരയൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ കണ്ടോ ഇവിടെ അല്ലാതെ വെള്ളം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുടിക്കാനും സാധിക്കും അവിടെ നിന്ന്. ഇതാണ് ആ കിണർ കണ്ടോ, നേരെ മുകൾ ഭാഗമാണത്. മുകളിൽ നിന്ന് നേരെ താഴോട്ടാണ്. അപ്പോൾ ഈ തിരയൊക്കെ പോയ സമയത്ത്, കടലിൻ്റെ തിര പോയ സമയത്ത് അവരിവിടെ നിന്ന് ഇടിച്ചിങ്ങോട്ട് കയറിയതാണ്. ഞങ്ങൾ പിന്നെ താഴെയൊക്കെ വന്ന് ഇവിടെ ബീച്ച്, ചെറിയൊരു ബീച്ച് പോലെയാണ്. ഇവിടെ അധികം ഇറങ്ങാൻ പറ്റില്ല. ഇത് പാറയാണ് കണ്ടോ, ഇത് മണ്ണ് പോലത്തെ ഒരു പാറയാണ് ഇതൊക്കെ. ഇവിടുന്ന് കണ്ടോ നമ്മൾ അതിനകത്താണ് കയറിയത്. കയറിയിട്ട് തിരിച്ചിറങ്ങി വീണ്ടും ഇവിടെ കണ്ടോ കടലിൽ വെള്ളം അടിച്ചടിച്ചടിച്ച് ഈ ഒരു പരിവാക്കി. ഇവിടെ നല്ല സൂപ്പറായിട്ടൊരു വൈബൊക്കെ കണ്ട് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.